ഹലോ. അപ്പോൾ ഇത് ആദിക്കുട്ടന് 1.5 വയസ്സിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് അംഗനവാടിയിൽ എത്തിയതാട്ടോ. അങ്ങനെ ഇത് ആദിക്കുട്ടനും അവരെ കൂടെ ഇരുന്നുകൊണ്ട് എന്തോ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാവരും വട്ടത്തിലിരുന്ന് കളറിങ് പുസ്തകമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുടയ്ക്ക് കളർ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ കുട്ടികളെ സഹായിക്കുന്നുണ്ടായിരുന്നു. ചിലർ കിടന്നിട്ടും ചിലവർ ഇരുന്നിട്ടും അങ്ങനെ പല രൂപത്തിലും അവർ ഇരുന്നാണ്ടും കിടന്നാണ്ടൊക്കെ കളർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ കൂടെ ഇരുന്നാണ്ട് കൈ പിടിച്ചാണ്ടൊക്കെ കളർ കൊടുപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അറിയാത്ത കുട്ടികൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുതിയ അംഗനവാടിയാണ്. ഇതിൽ പാറുക്കുട്ടിക്ക് ഇരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ആദിക്കുട്ടിന് അതിനുള്ളൊരു ഭാഗ്യമുണ്ട്. അംഗനവാടിക്ക് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു അംഗനവാടിയാണ്. ചെറിയൊരു അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ ഈ ഒരു ബാഗിൽ ഇടാൻ വേണ്ടിയിട്ട് പാറുക്കുട്ടീനോട് പാറു ഉണ്ടായ സമയത്തും ചെയ്യിപ്പിച്ചിരുന്നു കേട്ടോ. അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ പല വർക്കും കാര്യങ്ങളൊക്കെ അംഗനവാടിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആദിക്കുട്ടൻ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദിക്കുട്ടനിവിടെ. പിന്നെ അവർ ഓരോ വർക്കും കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ എല്ലാവരും ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ കുടേൻ്റെ കളറിങ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടീച്ചറും കൂടെ ഇരുന്നിട്ട് സഹായിച്ച് കൊടുത്തൊക്കെ ചെയ്തു. അങ്ങനെ ആദ്യക്കൂട്ടം കസേരയൊക്കെ വെച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അംഗനവാടി. അങ്ങനെ അവർ പുസ്തകങ്ങളൊക്കെ പൂട്ടി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മീഷോന്ന് 2 പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. ഇത് കണ്ടിട്ട് തന്നെ ഡ്രസ്സാണെന്ന് തോന്നി. ഏട്ടൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബനിയൻ ക്ലോത്തിലാട്ടോ, നല്ല തുണിയാട്ടോ. ഒരു കോട്ടനും ഇല്ല, ആ ഒരു ടൈപ്പ് ബനിയൻ ക്ലോത്ത് തുണിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മുന്നിൽ ഒരു കരടിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു സിമ്പിളായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ. അത് പാറുക്കുട്ടിയായിട്ടാണ് പൊട്ടിച്ചത്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ വെച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഇത്. പിന്നെ അതേപോലെ എനിക്കിതിൽ രണ്ടിലും ഇഷ്ടമായത് ബ്ലൂ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇട്ടാണ്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നല്ല തുണിയാട്ടോ. ബനിയൻ ക്ലോത്ത് നിറം കാര്യങ്ങളൊന്നും പോവാതെ നല്ല സോഫ്റ്റ് തുണിയാണ്. എൻ്റെ കറക്റ്റ് സൈസ് തന്നെയാണ്. എനിക്ക് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇന്ന് ഉച്ചക്കേക്ക് ഞങ്ങൾക്ക് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അതേപോലെ പപ്പടവും പിന്നെ കുറച്ച് ഉപ്പേരി, ചെറുപയറിൻ്റെ ഉപ്പേരി കേട്ടോ. ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം. മുളപ്പിച്ചിട്ട് കഴിച്ചാൽ അതിലേറെ ഗുണം കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉപ്പേരിക്ക് വറവിട്ട് ചെറിയ ഉള്ളിൽ വറവിട്ടിട്ട് കുറച്ച് തേങ്ങ ചിരക്കിയിട്ടിടാൻ വിചാരിച്ചു. അങ്ങനെ ആദ്യക്കുട്ടൻ അവിടെ എന്തൊക്കെയോ പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങ ചിരക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യക്കുട്ടൻ എന്തൊക്കെയോ പാത്രം എടുത്ത് അവൻ്റെതായ കുക്കിങ്ങിലാട്ടോ അവന്. അങ്ങനെ അവൻ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് കാലിൽ ചെറിയ വേദന ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇനി എണീക്കുമ്പോൾ എന്താണെന്നറിയില്ല, ചെറിയൊരു വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പം കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് 3ഉം ഒപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഏട്ടൻ. പക്ഷേ വേറെ ടൈമിലാണ് വന്നിട്ടുള്ളത്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ആദ്യക്കുട്ടൻ കുറച്ച് നേരം കളിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.